Hello guys, you are watching edworld and this is Edwin here. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു DIY ആയിട്ടാണ്. അപ്പോൾ ഈ DIY എന്നൊരു സിമ്പിൾ DIY അല്ല, നമ്മളൊരു അപ്പോളജൈസേഷൻ ആയിട്ടാണ്. കാരണം നമ്മുടെ ചാനലിൽ ഫസ്റ്റ് കണ്ടന്റ് വീഡിയോ, അതായത് നമ്മളൊരു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കൊറോണയെ ബന്ധിപ്പിച്ചുള്ള വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു DIY വീഡിയോ ഇട്ട് വന്നിരിക്കുന്ന ഒരു മിക്സർ ആയിട്ടായിരുന്നു. പക്ഷേ ആ മിക്സർ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ അല്ലായിരുന്നു. പക്ഷേ ചില കേസസ് മാത്രമേ സക്സസ് ആകത്തുള്ളൂ. പക്ഷേ മിക്കവാറും നമ്മൾ നോക്കുവാണെങ്കിൽ പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആണ്. പക്ഷെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാഗ്നറ്റിക് സ്റ്റിററാണ്. മിക്സർ അല്ല, സ്റ്റിറർ. സ്റ്റിറർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇളക്കണമെങ്കിലോ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യണമെങ്കിലൊക്കെയാണ് നമ്മൾ സ്റ്റിറർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ സ്റ്റിററിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് രണ്ട് ഫീൽഡിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് നമ്മുടെ വീട്ടിലെ പർപ്പസിന് വേണ്ടിയും അതുപോലെ തന്നെ കെമിസ്ട്രി ലാബിലും. സാധാരണ ഒരു സ്റ്റിററിൻ്റെ വില എന്ന് പറഞ്ഞാൽ നല്ല ഹൈ റൈസ് ആണ്. കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു സ്റ്റിറർ നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നതിന് വലിയ ചിലവൊന്നുമില്ല. പക്ഷെ നമ്മൾ പുറത്തുനിന്ന് സാധനം മേടിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്യാപിറ്റൽ ഇട്ട് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് ഒരു 1.5 ക്യാപിറ്റലാണ് വരുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് DIY ആണ് അത് യൂസ് ചെയ്യുന്നത്. കാരണം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള റീസൈക്കിൾഡ് തിങ്സ് കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും എത്രമാത്രം ചീപ്പാണ് ഈ സ്റ്റിറർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞ് താമസിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിവിടെ കറക്റ്റായിട്ട് വർക്ക് തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഓരോരോ ആവശ്യമുള്ള കാര്യങ്ങൾ പരിചയപ്പെടാം. അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് ഡപ്പയാണ്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഡപ്പ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഡപ്പയാണ്. കാരണം ഇതിൻ്റെ അടപ്പെന്ന് പറഞ്ഞാൽ അതിന് താഴെയുള്ള ബോഡി ഇല്ല. ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ അടപ്പുമില്ല. കാരണം ഇത് രണ്ട് പാത്രത്തിൻ്റെ അടപ്പ് ഞാൻ ഒരുമിച്ച് കൂട്ടി വെച്ചതാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. കംപ്ലീറ്റ്ലി റീസൈക്കിൾ ചെയ്യുവാണ് നമ്മളെ സംഭവം. ഒരിക്കലും ആവശ്യമില്ലാന്ന് നമ്മൾ കരുതിയ സാധനമാണ് നമ്മൾ ഈ പർപ്പസിന് വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ആവശ്യമായിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയാണ്. അപ്പോൾ ഈ 9 വോൾട്ട് ബാറ്ററി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു നൈഫ് ഷാർപ്പനറിൻ്റെ. ആ കംപ്ലീറ്റ് സിസ്റ്റം തന്നെ നമ്മൾ ഇതിലേക്കും കൊണ്ടുവരുവാണ്. ആ സെയിം മോട്ടർ, സെയിം ബാറ്ററി എല്ലാം അതുപോലെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു മോട്ടറാണ്. മോട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 6 വോൾട്ടാണ് വരുന്നത്, യൂസ് ചെയ്യുന്ന വോൾട്ടേജ്. അപ്പോൾ ഈ വോൾട്ടേജ് വെച്ച് കറങ്ങുന്ന മോട്ടറിന് നല്ല പവർ കിട്ടും. നല്ല ഔട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതുവരെ ഒരുപാട് വർഷം പഴക്കമുണ്ട് ഈ മോട്ടർ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല ഈ മോട്ടർ. അപ്പോൾ ഈ പ്രോജക്റ്റിനും ചതിക്കുന്നതാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ സാധനം മാഗ്നറ്റിക് സ്റ്റിററാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള മാഗ്നറ്റ്സ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ രണ്ട് മാഗ്നറ്റ്സ് ആണ് നിങ്ങൾക്ക് കാണാവുന്ന പോലെ. മേളിൽ കാണുന്ന 3 മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ പോളിഷ്ഡ് ആണ്, അത് കംപ്ലീറ്റ്ലി നാച്ചുറൽ അല്ല. പക്ഷേ താഴെ കാണുന്നത് പാർഷ്യലി നാച്ചുറലാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രൈസ് വരുന്നത് മേളത്തെ 3 എണ്ണത്തിനാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ പവർ കിട്ടുന്നത് താഴത്തെയാണ്. പിന്നെ താഴത്തെ മാഗ്നറ്റ്സിന് പ്രത്യേകത ഉണ്ട്, അത് താഴെ വീണ് കഴിഞ്ഞാൽ അതിൻ്റെ പവർ കുറയും. അപ്പോൾ മാക്സിമം നിങ്ങൾ താഴെ വീഴാത്ത രീതിയിൽ സൂക്ഷിച്ചു കൊണ്ടുപോകുക. അപ്പോൾ ഈ താഴെ വരുന്ന മാഗ്നറ്റ്സിൻ്റെ ഓരോ പീസിനും ഓരോ രൂപ വെച്ചാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. മേളത്തെന്ന് പറഞ്ഞാൽ നേരെ കൂടുതലാണ്, അതായത് 10 ഇരട്ടി. ഓരോ പീസിനും 10 രൂപ വെച്ചാണ്. അപ്പം ഞാൻ താഴെ വരുന്നത് 10 പീസാണ് മൊത്തത്തിൽ. മേളിൽ നമുക്ക് 3 എണ്ണം ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പ്രോജക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത് താഴത്തെ പീസസ് ആയിരിക്കും. കാരണം അതാണ് ചീപ്പ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീപ്പ് മാഗ്നറ്റിക് സ്റ്റിററാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തെർമോക്കോൾ പീസാണ്. അപ്പോൾ ഈ തെർമോക്കോൾ പീസ് ഇത്രയും വലിയ ഒറ്റ പീസായിട്ട് നിങ്ങൾക്കില്ലെങ്കിൽ പല സ്ലൈസസ് നമ്മൾ കൂട്ടി യോജിപ്പിച്ച് ഒരു വലിയ പീസാക്കി എടുത്താലും മതി. സത്യം പറഞ്ഞാൽ ഇത്രയും വലിയ പീസിന് ആവശ്യമില്ല, നമ്മളിത് കാർവ് ഔട്ട് ചെയ്തെടുക്കുവാണ്. അപ്പം നമുക്കത് വർക്കിലൂടെ മനസ്സിലാക്കാം, മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോജക്റ്റിന് ആവശ്യമുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഈ തെർമോക്കോൾ പീസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആക്കുവാണ്. അതായത് ഇതിൻ്റെ ഫുൾ ഫില്ലാവുന്ന രീതിയിലാണ് നമ്മൾ ഈ തെർമോക്കോൾ പീസ് കട്ട് ഔട്ട് എടുക്കാൻ പോകുന്നത്. കൂടാതെ ഇതിനകത്ത് നമ്മൾ ചെറുതായിട്ട് പീസ് ഔട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നത് തെർമോക്കോൾ കട്ടർ വെച്ചും അല്ലെങ്കിൽ നൈഫ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമുക്ക് ബ്ലേഡും വെച്ച് നമുക്ക് ചെയ്യാം. പക്ഷേ ഇതിനകത്തെന്ന് പറയുകയാണെങ്കിൽ സോൾഡറിങ് ആണോ അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ ഡ്രൈവർ കത്തിച്ച് ചൂടാക്കി നമുക്ക് ചെയ്യാം. ഇങ്ങനെ 2 മെത്തേഡ്സിലൂടെ നമുക്ക് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ വരാം. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ അതിനകത്ത് മൊത്തം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കയറ്റി വെക്കേണ്ട കമ്പോണൻസിനുള്ള ഹോളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോലെ കൃത്യം സെൻറ്റർ ആയിട്ട് വരുന്ന രീതിയിൽ ഒരു വലിയ ഹോൾ എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ മോട്ടർ പ്ലേസ് ചെയ്യാനാണ്. നമ്മൾ നേരെ ഇതിനകത്തേക്ക് വെക്കുവാണ്. പിന്നെ വല്ല സ്പേസ് കൂടുതൽ വരുവാണെങ്കിൽ അവിടെ തെർമോക്കോൾ വെച്ച് നമുക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും എടുക്കാം. മാക്സിമം വലിയ ഹോൾ എടുക്കുവാണെങ്കിൽ നമുക്ക് വേണ്ട രീതിയിലൊക്കെ എന്താ പറയുക, മോട്ടർ അങ്ങോട്ടേക്കോട്ടൊക്കെ ചിരിച്ച് വേണമെങ്കിൽ നമുക്ക് പ്ലേസ്മെൻറ്റ് നടത്താവുന്നതാണ്. പിന്നെ നമ്മൾ ഈ സൈഡിൽ ഇച്ചിരി എന്താ പറയുക വെർട്ടിക്കലായിട്ട് നമ്മളൊരു ബാറ്ററി ഹോൾഡർ വെച്ചിട്ടുണ്ട്. ഈ ബാറ്ററി ഹോൾഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ബാറ്ററി എപ്പോൾ വേണമെങ്കിലും കയറ്റുകയും ഇറക്കുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രയോജനം. ഇപ്പോൾ ഇതിനകത്ത് കയറ്റുന്നത് ഭയങ്കര പാടാണ്, എന്നാലും മാത്രമേ അത് ഫിറ്റ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബാറ്ററി ഇതിനകത്ത് കയറി ഇരിപ്പുണ്ട്. പിന്നെ നമ്മുടെ ആവശ്യം ബാറ്ററിയുടെ ചാർജ് തീർന്നു കഴിയുമ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ഇങ്ങനെ ഊരിയെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാറ്ററി റീപ്ലേസ് ചെയ്യാം.
കാരണം ഇത് റീചാർജബിൾ ബാറ്ററി അല്ല എന്നുള്ള കാര്യങ്ങൾക്ക് അറിയാവുന്നതാണ്. ഹൈ വോൾട്ട് എന്നൊരു ബ്രാൻഡിനാണ്. അപ്പോഴത്തേക്കും അതാണ് ഇതിനകത്തുള്ള ഒരു പ്രയോജനം, ഇങ്ങനത്തെ ഒരു ഹോൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതിനകത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് അത് ഡിസ്കംഫർട്ടാണ് ഊരാനും മറ്റേ കാര്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എന്തുകൊണ്ട് നല്ലതാണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഈ ഹോളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വയറിംഗ് ആണ്. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം, എന്നാലും നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ പറഞ്ഞ ലെവലിൽ പോലും നിങ്ങളൊക്കെ ക്ലാരിഫൈഡ് ആയിട്ട് കിട്ടത്തില്ല. പിന്നെ നമുക്ക് വേണ്ട സംബന്ധിച്ചാൽ തെർമോക്കോൾ പീസാണ്. നിങ്ങൾ മാക്സിമം സിംഗിൾ പീസ് തെർമോക്കോൾ പീസാണ് എടുക്കേണ്ടത്. മിക്കവാറും ഫ്രിഡ്ജൊക്കെ മേടിക്കുന്നവരുടെ വീട്ടിൽ എന്തായാലും കാണും. കാരണം ആ ബോക്സിനകത്ത് അവർ സേഫ് ആയിട്ട് പാക്ക് ചെയ്ത് ഇടുമ്പോൾ ഒരു വലിയ തെർമോക്കോൾ പീസൊക്കെ ആയിട്ടാണ് വിടുന്നത്. ഞാൻ അങ്ങനത്തെ ഒരു പീസാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഷീറ്റായിട്ടാണെങ്കിൽ അതിങ്ങനെ ഒട്ടിച്ച് ഒറ്റ ഒരു പീസാക്കി എടുക്കുന്നതായിരിക്കും എന്തുകൊണ്ടും മേക്കിങ്ങിന് ബെസ്റ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഞാൻ ഹോളൊക്കെ ആയിട്ട് ഇടാൻ ഉപയോഗിച്ചിരിക്കുന്നത് സോൾഡറിങ് ചെയ്യാൻ വെച്ചാണ്, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിപ്പം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുവാണ്. ഇതാണ് നമ്മുടെ മെയിൻ സംഭവം, അതായത് വയർലെസ് സ്റ്റിറർ അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് സ്റ്റിറർ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് നാച്ചുറൽ മാഗ്നറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതിന് ഓരോ പീസിനും ഓരോ റുപ്പീസ് വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് മേടിക്കാനുള്ള ലിങ്ക് എല്ലാം താഴെ ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ മോട്ടറിനെ ഞാൻ ഇടുന്നതാണ്. പ്രത്യേകിച്ച് ആ മോട്ടറിന് ഒരു പ്രത്യേകത കൊണ്ടുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞുതരാം. എല്ലാം ഞാൻ ലാസ്റ്റത്തേക്ക് വെക്കുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കാർഡ്ബോർഡ് പീസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കാർഡ്ബോർഡിന്റെ മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിന്റെ ലെങ്ത് ആണ് ഇതിന്റെ ലെങ്ത്തും, പിന്നെ വീതി എന്ന് പറഞ്ഞാൽ കൃത്യം ഈ മാഗ്നറ്റിൽ നിൽക്കാനുള്ള വീതിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിന്റെ ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പം ഇതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഇത് നമ്മൾ നേരെ നിന്ന് ഒട്ടിച്ച് വെച്ചിട്ട് നമ്മുടെ മോട്ടറിലേക്ക് ഇത് അസംബിൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് നേരെ സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പോവുകയാണ് ഏകദേശം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് പറഞ്ഞ പോലെ ഹോൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ മാഗ്നറ്റിന്റെ പരിപാടിയും കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മാഗ്നറ്റ് നേരെ ആ കാർഡ്ബോർഡിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാവുന്ന പോലെ. അപ്പോഴത്തേക്കിനും ഈ മാഗ്നറ്റ് നമ്മൾ കുറച്ചുകൂടെ ഷോർട്ടൺ ചെയ്തു. നമ്മൾ നേരത്തെ കറക്റ്റ് ലെങ്ത് ആയിരുന്നു എടുത്തത്. അപ്പോൾ കറങ്ങുമ്പോൾ ചിലപ്പം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. മാക്സിമം ഇത് ഷോർട്ടൺ ചെയ്യാൻ നോക്കുക, അത് തന്നെയാണ് നമ്മൾ ചെയ്തത് ഇപ്പം. അപ്പോൾ നമ്മൾ ഇത് നമ്മുടെ മോട്ടറിൽ കറക്റ്റായിട്ട് കയറി പോകുന്ന രീതി തന്നെയാണ് ഹോൾ ഇട്ടേക്കുന്നത്, കറക്റ്റ് സെന്ററായിട്ട്. അപ്പോൾ ഇതൊക്കെ ഓക്കെയാണ്. ഇനി നമ്മൾ ഇതിനകത്ത് ചെറിയൊരു വർക്കും കൂടെ ഉള്ളൂ. ഈ സൈഡിലത്തെ മാഗ്നറ്റ്സ് പറഞ്ഞാൽ 3 നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഒട്ടിച്ച് വെക്കുന്നത് തന്നെ അട്രാക്ട് ചെയ്തോളും. പക്ഷേ ഇത് കറങ്ങി ഹൈ RPM-ലാണ് നമ്മുടെ മോട്ടർ നിൽക്കുന്നത്. ആ RPM-ൽ കറങ്ങുമ്പോഴത്തേക്കിനും ഈ മാഗ്നറ്റ് സ്കിഡായി പോകാൻ ചാൻസ് ഉണ്ട്, ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തെറിച്ച് ഓരോരോ പീസ് വേറെ പാറി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സെലോ ടേപ്പ് വെച്ച് ഒന്ന് ടൈ ചെയ്ത് വിടുകയോ അല്ലെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് സൈഡ് ഒന്നും കൂടെ ഒന്ന് സെറ്റാക്കി വിടുകയോ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ കംപ്ലീറ്റ് അസംബ്ലിങ്സ് ആണ് നമ്മുടെ നടത്താൻ പോകുന്നത് ഇതിനകത്ത്. അപ്പോൾ നമ്മുടെ മോട്ടറും ബാറ്ററിയും എല്ലാം ഇതിനകത്ത് വരുന്നതായിട്ടായിരിക്കും നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ കാണാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് നേരെ സ്വിച്ച് ചെയ്യാം. എനിക്കറിയാം നിങ്ങൾ ഉദ്ദേശിച്ച സംഭവമല്ല നിങ്ങളിപ്പോൾ കാണുന്നത് അറിയാം. കാരണം ഞാൻ ചെറിയൊരു ക്ലിപ്പ് എടുക്കാൻ മറന്നുപോയി, കാരണം അത് ഇമ്പോർട്ടൻ്റ് കൂടെയാണ്. പിന്നെ ഇത് ഞാൻ ഇപ്പം അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് കാണിക്കാനും പറ്റത്തില്ല. ഇവ ഞാനാണെങ്കിൽ നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഇതിലേക്ക് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ ലെഡിലേക്ക്. പിന്നെ ഇതിൻ്റെ കൂടാതെ പുറകിലൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇതിൻ്റെ നിബ് എന്ന് പറഞ്ഞാൽ ക്യാപ്ഡ് ആണ്. സാധാരണ ഒരു മോട്ടറിന് വരുന്ന പോലെ അല്ല, ഇത് ക്യാപ്പ് ഇതാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ താഴെ നമുക്ക് ഗ്ലൂ ഗണ്ണൊക്കെ പേസ്റ്റ് ചെയ്താലും ഇത് ഓടാതിരിക്കാനൊന്നും ചാൻസ് ഇല്ല. കാരണം ഇതിൻ്റെ ബെയറിങ് അതുപോലെ ക്ലോസ് ചെയ്താണ് ഇവർ സൂക്ഷിച്ചിരിക്കുന്നത്. പിന്നെ കൂടാതെ നമ്മുടെ മോട്ടർ ഒരുപാട് പഴക്കം ചെന്നിരിക്കുകയാണ്, നമ്മളിത് ഉടനെ എക്സ്ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിക്കുക, ഞാൻ ഈ ഒരു മോട്ടർ വെച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കി, അത്രയും പോസിബിലിറ്റീസിനേക്കാളും കൂടുതലുണ്ട് നമുക്ക് ഒരു ചെറിയ സാധനത്തിൽ നിന്ന് ഉണ്ടാക്കുന്നത്. ആ ഒരു മെസ്സേജാണ് നമ്മുടെ ചാനലിലെ മെയിൻ സംഭവം. അപ്പോഴത്തേക്കും അത് ഞാൻ നിങ്ങളെ സൂചിപ്പിച്ചെന്നുള്ളൂ. ഇനി നമ്മൾ ഈ സംഭവം നേരെ നമ്മുടെ മെയിൻ പ്രോജക്റ്റിലേക്ക് ഇറക്കി വെക്കുകയാണ്. പിന്നെ നമുക്ക് ഈ ക്യാപ്പ് കാണാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നേരെ കയറി വന്നത്. അപ്പോൾ ഞാൻ ഈ ഫൈനലായിട്ട് പറയുകയാണ്, ഇനി ഞാൻ സ്വിച്ച് ചെയ്യുവാണെങ്കിൽ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫൈനൽ പ്രോജക്റ്റ് ആയിരിക്കും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് എന്ന് പറയാം. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, ഇത് ശരിക്കും പറഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫെയിലിയർ ആയിരുന്നു. ഞാൻ ദുഃഖത്തോടെ പറയുകയാണ്, നമ്മൾ വിചാരിച്ച പോലെ സക്സസ് ആയില്ല. കാരണം ഇതിൻ്റെ മാഗ്നറ്റിൻ്റെ പവർ കുറഞ്ഞു പോയായിരുന്നു. ഇത് ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചൊരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ കുറേ തവണ താഴെ വീണു. നമ്മൾ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു, ഈ മാഗ്നറ്റ് താഴെ വീഴുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ പവർ കുറയുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു മാഗ്നറ്റ് പിടിച്ച് ഇത് റീട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. സത്യം പറഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യുന്നില്ല, നമ്മളിത് തിരിച്ചു കൊണ്ടുവന്നായിരിക്കും പാർട്ട് 2 ആയിട്ട്. കംപ്ലീറ്റ്ലി സക്സസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്ന പോലെ ഇവിടെ നമ്മൾ ഫുള്ള് ലാമിനേറ്റ് ചെയ്ത് ഒട്ടും ഇളകാത്ത രീതിയിൽ തന്നെ നമ്മുടെ മോട്ടർ എല്ലാം നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്.
പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബാറ്ററിയൊക്കെ ഈസി ആയിട്ട് റിമൂവ് ചെയ്യുന്ന രീതിയിലൊക്കെ തന്നെ ആക്കി നമുക്ക് ഈസി ആയിട്ട് ഇത് കണക്ട് ചെയ്ത് പ്രൊപ്പൽ ചെയ്യാനൊക്കെ പറ്റും. ഒരു കുഴപ്പമില്ലായിരുന്നു. ബട്ട് മാഗ്നറ്റിന്റെ കാര്യത്തിൽ നമുക്ക് ചെറിയൊരു പ്രശ്നം പറ്റിപ്പോയി. മാഗ്നറ്റ് നമ്മൾ വിചാരിച്ച പോലെ വർക്ക് ചെയ്തില്ല. നമുക്ക് പുതിയൊരു മാഗ്നറ്റിന്റെ ആവശ്യകത ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയൊരു മാഗ്നറ്റ് മേടിച്ച് നമ്മൾ ഇതൊന്നുകൂടെ റീവർക്ക് ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ആ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് മാത്രമേ നമ്മുടെ ഇന്നത്തെ പ്രോജക്റ്റിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി വർക്കിംഗ് ആയിരിക്കും. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സാമ്പിൾ കാണിച്ചു തരാം നമ്മുടെ മാഗ്നറ്റ് കംപ്ലീറ്റ്ലി വർക്കിംഗ് അല്ലെന്നുള്ള കാര്യം. കാരണം നമ്മൾ പ്രൊപ്പൽ ചെയ്യുമ്പോൾ തന്നെ ഇത് തെറിച്ചു പോകുന്നതായിരിക്കും. ഇപ്പം തെറിച്ചു പോയി നമ്മുടെ മാഗ്നറ്റ്. അത്രയ്ക്കും ഒരു പ്രശ്നത്തിലാണ് നമ്മുടെ മാഗ്നറ്റിന്റെ പവർ നിൽക്കുന്നത്. കാരണം ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ മാഗ്നറ്റ് തമ്മിലുള്ള പ്രശ്നം. നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ തിരിച്ചു കൊണ്ടുവന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല. നമ്മൾ ഇനിയും സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതായിരിക്കും. നമുക്ക് ഈ മാഗ്നറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. ബാക്കി എല്ലാം വർക്കിംഗ് ആണ്. ഈ മാഗ്നറ്റ് പവർ കുറഞ്ഞത് ഒത്തിരി തവണ താഴെ വീണിരുന്നു. അതാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ബാക്കി എല്ലാം കുഴപ്പമില്ലായിരുന്നു. നമ്മുടെ പ്രൊപ്പലറൊക്കെ പ്രൊപ്പൽഷനൊക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അടുത്ത വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇതിന്റെ കംപ്ലീഷൻ. അപ്പോൾ എന്തായാലും ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ദിസ് ഇസ് എഡ്വിൻ വിത്ത് ദേവതൻ ആൻഡ് മിലൻ സൈനിങ് ഔട്ട്. ഭൂതകാലമെന്ന നീണ്ട പാഠമെന്ന് വെട്ടമേഘം തീച്ചൂളയാക്കും. പിടികിട്ടിലൊരിക്കലും എന്നെയാക്കും. ഞാൻ ചെന്നിടം നിന്നിടം എന്നിടമാക്കും. എനിക്ക് ചുറ്റുമുണ്ട് അഗ്നിവലയം. എനിക്ക് വേണ്ടതിന്റെ കാലില ഭയം.